തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് യു.ഡി.എഫ് തുടങ്ങി. ഇന്ന് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാകും അന്തിമ തീരുമാനം. 20 അംഗങ്ങൾ മാത്രമുള്ള യു.ഡി.എഫിനെ എൽ.ഡി.എഫ് കൂടി പിന്തുണച്ചാൽ ബി.ജെ.പിക്ക് ഭരണം തുലാസിലാകും. പാട്ടൂർ കൗൺസിലർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് ബി.ജെ.പി. ഭരണം നിലനിൽക്കുന്നത്. അത് നിർണായകമാണ് താങ്കളുടെ പിന്തുണ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാറുവാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പോൾ അവിശ്വാസ പ്രമേയമടക്കം വരുന്ന സാഹചര്യം, താങ്കളുടെ നിലപാട് എന്താണ്? അല്ലല്ലേ, എന്റെ നിലപാട് മാറേണ്ട സാഹചര്യമൊന്നും ഇപ്പൊ വന്നിട്ടില്ലല്ലോ. കാരണം ഇപ്പൊ പറയുന്ന രണ്ട് കാര്യവും കോടതിയുടെ മുമ്പിലുള്ളതാണ്. ഒന്ന്, ഈ പിന്നെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച്, കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച് ആ പ്രോസസ് തെറ്റാണെന്ന് കോടതിയാണ് പറഞ്ഞത്. അത് വീണ്ടും ചെയ്യും. അതുപോലെ തന്നെ ഈ സുഗതന്റെ കാര്യത്തിൽ വന്നാൽ ആ ക്രിമിനൽ ഒഫൻസ് പരിശോധിക്കേണ്ടത് കോടതിയാണ്. അയാളെ അയോഗ്യനാക്കേണ്ടത് ആരാണ്? മേയറാണോ? അല്ല. ഇവിടെ ഞാൻ എടുത്ത സ്റ്റാൻഡിൽ മാറ്റം വരുത്തുന്ന ഒരു സാഹചര്യം ഇപ്പൊ വന്നിട്ടില്ല, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നവരെ. ശ്രീ രാധാകൃഷ്ണൻ, ഈ കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ല എങ്കിൽ സുഗതനെ അയോഗ്യനാക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? നിയമപരമായി അങ്ങനെ പോകേണ്ടി വരില്ലേ? അല്ല, അതിനാരും ബേജാറാവണ്ടല്ലോ. നിയമപരമായ പ്രോസസ്സിൽ തീരുള്ളൂ. അത് നിയമത്തിൽ പറയുന്നത് തന്നെയല്ലേ. ഈ അവിശ്വാസം വന്ന് അതിൽ യു.ഡി.എഫും എൽ.ഡി.എഫും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ? അല്ല, ആരൊരുമിച്ച് നിന്നാൽ എന്റെ ഒരു സ്റ്റാൻഡ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ, മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാണല്ലോ. അതിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഞാൻ താങ്കളെ ഒരു ബി.ജെ.പി. പക്ഷക്കാരനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും. ഈ യു.ഡി.എഫും എൽ.ഡി.എഫും അവിടെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം വന്നാൽ? പക്ഷമല്ല ലക്ഷ്മി പത്മ, ഒരു പക്ഷമല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ച് ജയിച്ച ആളാണ്. ഞാൻ അവർക്ക് ഭരണത്തിന് പിന്തുണ കൊടുത്തതാണ്. അല്ല, ഞാൻ ഒരു പക്ഷത്തുമല്ല ഇപ്പോഴും. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പാണോ ഉള്ളത്? അല്ല, രാഷ്ട്രീയത്തോട് പൂർണ്ണ യോജിപ്പാണെങ്കിൽ ഞാൻ അതിലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താൽ പോലും. ഭരണത്തിന്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. ഭരിക്കട്ടെ എന്ന നിലപാടാണല്ലോ താങ്കൾക്കുള്ളത്. ഞാൻ ഈ നഗരഭരണവും പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സുഗമമായ നടത്തിപ്പിന് ഈ ഭരണം അതിന് ശക്തമായ പിന്തുണയായിരുന്നു, അല്ലെങ്കിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതുവരെ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷേ ഒരു അവിശ്വാസം വരുന്നു, യു.ഡി.എഫും എൽ.ഡി.എഫും അവിടെ ഒരുമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്താകും താങ്കളുടെ നിലപാട്? അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, പിന്നെയല്ലേ ഞാൻ അവിശ്വാസത്തിന്റെ കാര്യം ആലോചിക്കാൻ. എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ അവർക്ക് പിന്തുണ കൊടുക്കുന്നത്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഞാൻ ചോദിച്ചത് യു.ഡി.എഫും എൽ.ഡി.എഫും അവിശ്വാസത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകില്ല എന്നാണോ കരുതുന്നത്? ഇപ്പോഴില്ല. താങ്കളുടെ നിലപാട് വ്യക്തമാണ് രാധാകൃഷ്ണൻ. പറയൂ. ഓ, താങ്ക് യു. ഒന്നുമില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.